കേരളത്തിൽ ആര് തരും ഈ വിലക്ക്? ഒരു ടെൻഷനും വേണ്ട, സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമ്മള് 590 ആസ്കിംഗ് പ്രൈസ്. 590 അതും ഫുള്ളി ലോൺ കിട്ടുന്നത്. 325 ലാസ്റ്റ് കൊടുക്കാം. 325 ലാസ്റ്റ് കൊടുക്കുക. മാക്സിമം എത്ര പൈസ കേൾക്കാം? ഏകദേശം 3 ലക്ഷം വരെ ലോൺ അവൈലബിൾ ആണ്. ഒരു 10-20 രൂപ ഉണ്ട്. ഓക്കെ, നല്ല ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ള ഒരു വാനാണ് ഈ ഡിസൈർ. ഈ എയർപോർട്ടിലൊക്കെ നല്ല സുഖമാണ് പോകാൻ, കുറെ സാധനങ്ങൾ വെക്കുക. കേരളത്തിൽ എവിടുന്ന് കിട്ടാത്ത വിലയിൽ ഈ വണ്ടി ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് തരും, അതും ഫുള്ള് ലോണില്. അത്യാവശ്യം റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. 4 ടയർ പുതിയതുണ്ട്. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനം. നല്ല കണ്ടീഷൻ, ഒരു പെട്ടി പീസ് അല്ല. ഓക്കെ, ഒന്നും നോക്കാനില്ല. സീറ്റ് കവറൊക്കെ നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടകൾ ടയർ പുതിയ ടയർ തന്നെയാണ്. ഇനി എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. പൈസ തരാ, വണ്ടി കൊണ്ടുപോകും, മാറ്റി കൊടുക്കും, അത്ര പണിയുള്ളൂ അല്ലെ. വീണ്ടും ഇവിടെ ഓഫർ പ്രൈസിന് നിസാന്റെ സണ്ണി, അതും ഡീസൽ വണ്ടി. ചെറിയ ബഡ്ജറ്റിൽ കിട്ടും, ഫുൾ ഫിറ്റ് അല്ല, ഒന്നും നോക്കാനില്ല, ഫുൾ ഫിറ്റ് വാഹനമാണ്. എത്ര ചെറിയ ബഡ്ജറ്റിലൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അതെ ചെറിയ 1 ലക്ഷം രൂപയാണ് നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കും. കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അതെ, മോഡൽ കൂടിയൊരു വണ്ടിയല്ലേ, അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. ഇത് എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്ന വില? ഇത് നമുക്ക് ഫുള്ള് ലോണിൽ 450 കൊടുക്കാം. ഫുള്ള് ലോണിൽ 450 കൊടുക്കുക. ഓക്കെ, ഓഫർ പ്രൈസിന് നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 360 അല്ലേ. 2015 റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ്. 360 ചോദിക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റുമോ? ഏകദേശം ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഏകദേശം ഒരു 17-18 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. 18 മൈലേജ് ഇതിൽ കിട്ടുന്നുണ്ട്, പെട്രോൾ കിട്ടുന്നുണ്ട് തന്നെ. ഓക്കെ, റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എത്ര കൊടുക്കത്? ഇത് നമുക്കൊരു 3.5 റുപ്യ ഫുൾ ലോണിൽ കൊടുക്കാം. 3.5 ലക്ഷം രൂപ കൊടുക്കാം തന്നെ, അതും ഫുള്ള് ലോണിൽ കൊടുക്കാം. നമുക്കൊരു 5,80,000 രൂപ ഫുള്ള് ലോണോടെ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 580 കൊടുക്കും. 2017 ZDI വണ്ടിയാണ്, അതും ഫുള്ള് ലോണിൽ. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. നല്ല ഖിദ്മത്തിന്റെ തീപാറുന്ന കളക്ഷനുമായിട്ട് വീണ്ടും ഞാൻ ഇന്നുള്ളത് പെരിന്തൽമണ്ണയിലെ ഹൈറൈഡ് യൂസർ കാർ ഷോറൂമിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ലതീഷാണ്, ഇതിന്റെ ഓണറാണ്. എന്തൊക്കെയുണ്ട് സുഖല്ലേ? നമ്മളെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? ഉഷാറായിരുന്നു. ഒരുപാട് വണ്ടികൾ വിറ്റ് പോയിട്ടുണ്ട്. മാക്സിമം ലോ ബഡ്ജറ്റ് വാഹനങ്ങളുണ്ട്, അതായത് മോഡൽ കൂടിയ വാഹനങ്ങളുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. നമ്മൾ അന്നാൽ ലാസ്റ്റ് കാണിച്ച വണ്ടികളല്ല, ഒരുപാട് വണ്ടികൾ ഇവിടെ കേറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ നെട്ടിപ്പോയി. ഒരുപാട്, അതായത് എല്ലാവരും അന്വേഷിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. പിന്നെ ഇപ്പൊ ഏകദേശം ഒരു 30 വണ്ടികൾ ഉണ്ടാവും അല്ലെ ഇവിടെ യാർഡില്? 30 വണ്ടി ഉണ്ടാവും. പിന്നെ വീട്ടിലൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ ഉണ്ടാവും. എക്സ്ചേഞ്ച് ഒക്കെ നിങ്ങൾ ചെയ്യണ്ടോ? ചെറിയ വണ്ടിക്കൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യും അല്ലെ. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറഞ്ഞാൽ മാക്സിമം ക്വാളിറ്റി കാറുകൾ നമ്മൾ കൊടുക്കുക. അതെ. പിന്നെ മാക്സിമം ഇപ്പൊ GST ഒക്കെ കുറഞ്ഞതുകൊണ്ട് നമ്മളും GST കുറഞ്ഞ അതേ രീതിയിൽ നമ്മളും വില കുറച്ചിട്ടുണ്ട്. അതെ. പഴയ വണ്ടികൾക്ക് പുതിയ വണ്ടികൾക്ക് കുറയുന്ന അതേ രീതിയിൽ ആ ഒരു ആനുകൂല്യം നമ്മൾ പഴയ വണ്ടിക്കും കൊടുക്കുന്നുണ്ട്. അതെ, പഴയ വണ്ടികൾക്കും ആ ഒരു ആനുകൂല്യം തരുന്നുണ്ട്. എല്ലാത്തിനും വില പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെന്താ, നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെരിന്തൽമണ്ണ ഊട്ടി റോട്ടിൽ ഒരു 3 കിലോമീറ്റർ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഹൈറൈഡ് യൂസർ കാർ കാണും. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ദൂരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതെ, എന്തായാലും ഇപ്പൊ ഇതിന്റെ ഫോട്ടോസ് ഒന്നും നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. കാരണം നമ്മൾ അത്രയും ക്ലിയർ ആയിട്ട് ഓരോ വണ്ടിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ വണ്ടിയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതെ, മാക്സിമം നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കും. 2-3 ദിവസം കൊണ്ട് നമ്മൾ ലോണും കാര്യങ്ങളും അറേഞ്ച് ചെയ്യും. ഫുള്ള് ലോണിൽ എടുക്കാൻ പറ്റിയ കുറെ വണ്ടി, ലോണിൽ എടുക്കാൻ പറ്റിയ വണ്ടികളുണ്ട് ഉണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. ഓക്കെ, അപ്പോ നമ്മള് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാലില്ലേ, അതായത് ഈ ലോ ബഡ്ജറ്റ് വാഹനങ്ങള് നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴേക്ക് ഒരു വണ്ടിന്റെ ആ ഒരു കോല നമ്മൾ മനസ്സിലാക്കുമല്ലോ, എങ്ങനെ ഉണ്ടാവുന്നുള്ള ആ രീതിയിലുള്ള വണ്ടികൾ നമ്മൾ കൊടുക്കുന്നില്ല. അല്ല, ആ രീതിയിലുള്ള വണ്ടികളല്ല കേട്ടോ, നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ്. അപ്പോ സംസാരിച്ച് ആകട്ടിക്കണം, നമുക്ക് ഓരോ വണ്ടിയിലായിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്കൊരു വിറ്റാര ബ്രസ ഡീസൽ വണ്ടിയിൽ തുടങ്ങാം. കേരളത്തിൽ എവിടുന്ന് കിട്ടാത്ത വിലയിൽ ഈ വണ്ടി ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് തരും, അതും ഫുള്ള് ലോണില്. എങ്ങനെയാണ് ലതീഷ് ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്താൽ? 2017 മോഡൽ ZDI. ഓക്കെ,
DDI അല്ല ZDI ആണ് ഓപ്ഷൻ. 4 അലോയ്സ് കാര്യങ്ങള് പുഷ്പ സ്റ്റാർട്ട് ഉണ്ടാവില്ല. വരുന്നില്ല. ഓക്കെ, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്നില്ല. ബാക്ക് വൈപ്പർ എല്ലാം വരും. സ്റ്റാർട്ടും ഡുവൽ ടൂൺ കളർ ഉണ്ടാവില്ല, ബാക്കിയെല്ലാം. ഓക്കെ, പറഞ്ഞു കൊടുത്താലേ. 2017 മോഡൽ ZDI ബസ്. ഏകദേശം നമുക്കൊരു 5,80,000 രൂപ ഫുള്ള് ലോണോടെ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 5,80,000 കൊടുക്കും. 2017 ZDI വണ്ടിയാണ്, അതും ഫുള്ള് ലോണില്. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 1.5 ലക്ഷത്തോളം ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയല്ല, ഓടാതിരിക്കാത്ത റിവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടല്ല വണ്ടി. യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു പെട്ടി പീസാണ്. വീണ്ടും ഇവിടെ ഓഫർ പ്രൈസിന് നിസാന്റെ സണ്ണി, അതും ഡീസൽ വണ്ടി ചെറിയ ബഡ്ജറ്റിൽ കിട്ടോട്ടോ. എങ്ങനെയാണ് മോഡൽ? 2018 മോഡലാണ്. ഓക്കെ, അതർ സ്റ്റേറ്റ് എക്സൽ വേരിയന്റിലാണ് നിൽക്കുന്നത്. എക്സൽ ആണ് ഓപ്ഷൻ വരുന്നത് അല്ലെ? അതർ സ്റ്റേറ്റ് വാഹനമാണ്. നമ്പർ ഓൾറെഡി ആയ വണ്ടിയാണ്. മെയിൻ ക്ലാസ് എന്നൊക്കെ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. നല്ല വാഹനമാണത്. ഒരു സാധനം മാറിയിട്ടില്ല. ഓക്കെ, ഓട്ടം കാര്യങ്ങളൊക്കെ എന്തുപാട്? ഓട്ടം ഇത് ഏകദേശം 1 ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. അവിടെ ഉള്ള ഓണറിനെ അങ്ങോട്ട് നേരിട്ട് കൊടുക്കുന്നതാണ്. അതെ. ഇത് അവിടെ ടാക്സി ഓടിയ വണ്ടി ഒന്നല്ല, പ്രൈവറ്റ് വണ്ടിയാണ്. എത്രക്ക് കൊടുക്കത്? ഇത് നമുക്ക് 3,75 കൊടുക്കാം. 3,75. ഓക്കെ, 2018 ഡീസൽ വണ്ടി. ഡീസൽ എക്സൽ വേരിയന്റ്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, അപ്പോ മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 50,000 തന്നെ ആയതുകൊണ്ട് ലോൺ എമൗണ്ട് കുറച്ച് കുറയും അല്ലേ? ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 50,000 ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു കിദ്മത്തിന്റെ ഹോണ്ടന്റെ ജാസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് ബ്രോ മോഡൽ? ഇത് 2018 മോഡൽ. ഓക്കെ, ഇത് ഫുള്ള് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ല? ഏറ്റവും ടോപ്പ് പെട്രോൾ, അലോയ്സ് കാര്യങ്ങള്, ആൻഡ്രോയിഡ് എല്ലാ സെറ്റും ഉണ്ടല്ലോ. ഇതിൽ ടോപ്പ് വേരിയന്റ് ഇറങ്ങിയ വാഹനമാണ്. ഓക്കെ, ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ ഏകദേശം 1 മുകളിൽ ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇതൊരു പെട്രോൾ വണ്ടി അല്ല? പെട്രോൾ ആണ്. ഓക്കെ, വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതിന് നമ്മള് പ്രത്യേകത എന്താ വെച്ചാൽ അതിന് നമ്മുടെ സ്റ്റാറിങ്ങിന്റെ അടിയിൽ ഇതിന്റെ ഗിയർ മറ്റുള്ള ലിവറും കാര്യങ്ങളൊക്കെ ഈ ഹോണ്ടയ്ക്ക് വരുന്നുണ്ട്. അതെ, അത് മറ്റുള്ള പുതിയ ഫോർച്യൂണറും കാര്യങ്ങൾക്കൊക്കെ സംഭവം വരുന്നുള്ളൂ ഇപ്പൊ. അന്നേ ഹോണ്ടയ്ക്ക് ഈ സംഭവം ഉണ്ട്. അതിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കുമ്പോൾ കാണാം. അതെ. എത്ര കൊടുക്ക? ഇത് നമുക്ക് 5,25,000 രൂപ വരും. 5,25,000. 2018 വണ്ടി അല്ലേ? അതും ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റുമോ? ലോൺ കൊടുക്കാൻ പറ്റും അല്ലേ? നല്ല സിബിലുള്ള ഒരാളാണെങ്കിൽ ഫുള്ള് ലോൺ. ഒരു പൈസ വേണ്ടട്ടോ, ഫുള്ള് ലോണിൽ ഇവിടുന്ന് ഇറക്കി കൊണ്ട് പോവാ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു റയർ പീസാണ് നിങ്ങളെ കാണിക്കുന്നത്. ഹ്യുണ്ടായിന്റെ i20 ആക്റ്റീവ്, ഒരു SUV ടൈപ്പ് വാഹനമാണ്. അത്യാവശ്യം കാണാൻ നല്ല വലിപ്പമുണ്ട് അല്ലേ? ടയർ സൈസ് ഒക്കെ ടയർ സൈസ്. അതെ, സൈസ് ഒക്കെ ടയറിന് കൂടുന്നുണ്ട് അല്ലേ? സൈസ് വരും. അതെ. ഇത് എത്ര മോഡലാണ് വരുന്നത്? ഇത് 2016 മോഡൽ. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള പെട്രോൾ വേരിയന്റിൽ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. ഓപ്ഷൻ ഏതാ? അലോയ്സ് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ, ഓട്ടോ എത്ര ഉണ്ടാവും? ഒരു 1 മുകളിൽ ഓടിയിട്ടുണ്ട് അല്ലേ? 16 മോഡലല്ലേ? റീപ്ലേസ് അത്യാവശ്യം ഒരു 17-18 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. 18 മൈലേജ് ഇതിൽ കിട്ടുന്നുണ്ട്. പെട്രോൾ കിട്ടുന്നുണ്ട് തന്നെ. ഓക്കെ, റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റും ഒന്നുമില്ല അല്ലേ? എത്ര കൊടുക്കത്? ഇത് നമുക്കൊരു 3,500 രൂപ ഫുൾ ലോണിൽ കൊടുക്കാം. 3.5 ലക്ഷം രൂപ കൊടുക്കാം തന്നെ, അതും ഫുള്ളി ലോണിൽ. നല്ല കിണ്ണം പോലത്തെ ഡസ്റ്റർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് 85 അല്ലേ വണ്ടി? 85 ആണല്ലേ? എങ്ങനെയാണ് ഈ ബ്രോ മോഡല്? 2014 മോഡലാണ്. ഓക്കെ, 85 ആണ് വരുന്നത്. അത്യാവശ്യം ഏകദേശം ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാം. മൈലേജ് കിട്ടും അല്ലേ? ഓപ്ഷൻ ഏതായത്? ഓപ്ഷൻ ഫുൾ അല്ല, ഫുള്ളിന് നേരെ താഴത്ത് വരുന്നല്ലേ? വണ്ടി എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, തട്ടുമുട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കത്? ഇത് നമുക്കൊരു 3,85 കൊടുക്കാം. 3,85 കൊടുക്കാം. 2014 മോഡൽ 3,85 കൊടുക്കാം. ഇവിടെ നല്ലൊരു കിടുക്കാച്ച് സ്വിഫ്റ്റ് കാറാണ്. അതും ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം. 2 കളർ ആക്കിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇത് മോഡൽ കാര്യങ്ങൾ? 2017 ഡിസംബർ. ഈ വാഹനം ലാസ്റ്റ് ഇറങ്ങിയ വാഹനം. 17 ലാസ്റ്റ് ഇറങ്ങിയത് ഡിസംബർ വാഹനം. അതെ, ടൈപ്പ് 2 ലാസ്റ്റ് ഇറങ്ങിയ വാഹനം. ഓക്കെ, ഡീസൽ ആണ് വണ്ടി. ഓപ്ഷൻ വീഡിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓട്ടൊക്കെ എന്ത് പാട്?
ഓട്ടം ഏകദേശം 1:30-1:35 റേഞ്ച് ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങൾ മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ബമ്പർ ഹെഡ്ലൈറ്റ് ഒക്കെ മാറ്റാൻ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. ഇവിടെ ഒരു ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. അതുപോലെ തന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല അടിപൊളി. ഓക്കെ. നല്ല കട്ടുള്ള ടയർ ഉണ്ട്. കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനമാണിത്. അതെ, മോഡൽ കൂടിയൊരു വണ്ടിയല്ലേ? അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. ഇത് എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്ന വില? ഇത് നമുക്ക് ഫുള്ള് ലോണിൽ 450 കൊടുക്കാം. ഫുള്ള് ലോണിൽ 450 കൊടുക്കാം. ആ ഓക്കെ. ഓഫർ പ്രൈസിന് കൊടുക്കാം. കേരളത്തിൽ ആര് തരും ഈ വിലക്ക്? ഒരു ടെൻഷനും വേണ്ട. സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2019 ലാസ്റ്റ് ആണ്. 19 ലാസ്റ്റ് ആണ്. ഓപ്ഷൻ വരുന്നത് VXi പെട്രോൾ വണ്ടിയാണ് അല്ലേ? വണ്ടി VXi ഓട്ടോമാറ്റിക്. ഓക്കെ. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ഒരു റീപ്ലേസ് ഇല്ല. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഏകദേശം 85,000 85,000 ഓടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? ഓക്കെ. ഇത് എങ്ങനെ നിങ്ങൾ ആസ്ക് ചെയ്യണേ? ഇത് നമ്മള് 590 ആസ്കിംഗ് പ്രൈസ്. 590 ആസ്കിംഗ്. അതും ഫുള്ളി ലോൺ കിട്ടുന്നത്. ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. നല്ല കിണ്ണം പോലത്തെ വണ്ടി. അതും മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. നല്ല കിണ്ണം പോലത്തെ സ്വിഫ്റ്റ് കാറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ്. എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? ഇത് 2015 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനമാണ്. 2015 റൈസിനാണ്. ഓക്കെ. ഇത് VXi ഓപ്ഷൻ ആണ്. VXi പെട്രോൾ വണ്ടി. പെട്രോൾ ഇതില് ടൈപ്പ് 2 പെട്രോൾ വണ്ടി കുറെ ആൾക്കാർ ഇങ്ങനത്തെ വണ്ടിക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട്. ഇതിനകത്ത് പെട്രോൾ വണ്ടി കുറച്ച് ഡിമാൻഡ്. അതെ, കുറച്ച് റയർ ആയിട്ട് ആവശ്യക്കാർക്ക് എല്ലാം പറ്റിയ വണ്ടിയാണ്. ഈ ഗൾഫ് നിർത്തിയിടുന്ന ആൾക്കാർക്ക്, ഗൾഫിൽ പോകുന്ന ടീമിന്. ഇപ്പോ പെട്രോളിന്റെ ഒരു കാലഘട്ടമാണ്. ഡീസൽ ഏകദേശം. അതെ, ഇനി കുറച്ച് കഴിഞ്ഞാല് ഇനി പെട്രോളിന്റെ കാലഘട്ടമാണ് വരുന്നത്. ഡീസല് അതേമാതിരി CNG അതേമാതിരി ഇലക്ട്രിക്. അതെ, ഡീസൽ ഏകദേശം തീർന്ന ഒരു രീതിയിലാണല്ലോ വരുന്നത്. അതെ. ഇത് എന്നും മാർക്കറ്റുള്ള ഒരു വണ്ടിയാണ് പെട്രോൾ. അതെ, പെട്രോൾ എന്നും മാർക്കറ്റിലാണ്. ഇത് ഓട്ടോ എത്രയുണ്ട് വണ്ടി? ഇത് ഏകദേശം 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട് അല്ലേ? റീപ്ലേസ് എന്തുകൊണ്ട്? റീപ്ലേസ് ഒന്നുമില്ല, തട്ടുമുട്ടൊന്നുമില്ല. മേജർ നല്ല വണ്ടിയല്ല. സ്വിഫ്റ്റ് കാർ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോ. ഇവിടെ കുറെ പീസ് ഉണ്ട് കേട്ടോ. ഒരു 5-6 പീസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതും പെട്രോൾ ഉണ്ട്, ഡീസൽ, അലോയ്സ് കാര്യങ്ങളുണ്ട്. ഇതില് 4 അലോയ്സ് കാര്യങ്ങളൊക്കെ കയറ്റിയതാണ്. അതുപോലെ തന്നെ നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി എല്ലാ ഭാഗം ഫിറ്റ്, സ്പോയിലർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 360 അല്ലേ? 2015 റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ്. 360 ചോദിക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റുമോ? ഏകദേശം ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഏകദേശം അല്ലെ? ഓലെ സിബില് നോക്കിയിട്ടായിരിക്കും അല്ലെ? എന്തായാലും 10-30 ഉറുപ്പിക വേണ്ടി വരും. ഇല്ല, നല്ല സിബിൽ ഉണ്ടെങ്കിൽ ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റും അല്ലെ? നല്ലൊരു അടിപൊളി ഡിസൈർ, അതും ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? ഇത് 2013 മോഡൽ VDI ആണ്. ഓക്കെ. ഏകദേശം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഓക്കെ. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ടൈപ്പ് 2 ഇത് കൺവേർട്ട് ആയിട്ടുണ്ട്. 2 കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ടൈപ്പ് 2 ഇറങ്ങിയതിൽ കൺവേർട്ട് ആക്കി. അതെ, പുതിയ വണ്ടിയിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ആക്സിഡന്റ് ആയിട്ട് മാറ്റിയൊന്നല്ല, ലൈറ്റ് നിറം കുറഞ്ഞപ്പോ മാറ്റിയതാണ്. അത് ബോണറ്റ് മാറുന്ന? ഇല്ലല്ലോ, ബോണറ്റ് മാറൂല, ബമ്പർ മാത്രം. ബമ്പർ മാറും, ബമ്പർ ഹെഡ്ലൈറ്റ് മാറി. അതെ, ബമ്പറും ഹെഡ്ലൈറ്റ് മാത്രം മാറുന്നുള്ളൂ. ഉള്ളിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടുള്ള ടയർ ഉണ്ട്. എല്ലാ ടയറും പുത്തനാണ് അല്ലേ? പുത്തനല്ല, ഒരു ഏകദേശം 70-80% ഉണ്ട്. ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങൾ, മേജർ ആക്സിഡന്റ് ഉള്ള കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. വണ്ടി ക്വാളിറ്റി ഒക്കെ എന്ത് പാട്? നല്ല സൂപ്പർ വണ്ടി അല്ലേ? എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 325 ലാസ്റ്റ് കൊടുക്കാം. 325 ലാസ്റ്റ് കൊടുക്കാം. മാക്സിമം എത്ര പൈസ ഉണ്ട് കറക്കാം? ഇല്ല, ഏകദേശം 3 ലക്ഷം വരെ ലോൺ അവൈലബിൾ ആണ്. ഒരു 10-20 ഉറുപ്പിക ഉണ്ട്. ഓക്കെ. നല്ല ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ് ഈ ഡിസൈർ. ഈ എയർപോർട്ടിലൊക്കെ നല്ല സുഖമാണ് പോകാൻ, കുറെ സാധനങ്ങൾ വെക്കുക. അതെ, അതിനൊക്കെ പറ്റിയ. അതെ. ഇവിടെ എവിടെയും കിട്ടാത്ത വിലക്ക് ഒരു കിഡ് ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് തരും. എങ്ങനെയാണ് ലതീഷ് ചേട്ടാ? 2017 മോഡലാണിത്. 17 മോഡൽ വണ്ടിയാണ്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? 1000 cc ആണ്, ഓട്ടോമാറ്റിക് ആണ്. 1000 cc വരുന്ന ഒരു വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആകെ 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് നമുക്ക് 220 ലാസ്റ്റ് കൊടുക്കാം. 220 കൊടുക്കാം. മാക്സിമം ഫുള്ളി ലോണിൽ കൊടുക്കാം. ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിയോ. ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടികൾ കുറെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് പറ്റിയ വാഹനമാണ്. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 52,000. ചെറിയ ബഡ്ജറ്റിൽ ഡീസൽ വണ്ടികളൊക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഫോർഡിന്റെ ഫിഗോ. ഇത് എങ്ങനെയാണ് ബ്രോ മോഡല്? ഇത് 2011 മോഡലാട്ടോ. ഓക്കെ. അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള വാഹനമാണിത്. നല്ല സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. എഞ്ചിനൊക്കെ പക്കയാണ്. നല്ല അലോയ് വീൽസ് ഉണ്ട്. ഓക്കെ.
മെക്കാനിക്കൊക്കെ ഫിറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ കയറിക്കണ്. നല്ല കിതുമത്തിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഉള്ളില് അല്ല, ലെതറിന്റെ സീറ്റാണ്. പിന്നെ വണ്ടി എന്തുപാട് മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ല, ഒന്നും നോക്കാനില്ല, ഫുൾ ഫിറ്റ് വാഹനമാണ്. എത്ര ചെറിയ ബഡ്ജറ്റിലൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അതെ ചെറിയ ലക്ഷം രൂപയാണ് നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കും. 2011 ഡീസൽ ഫിഗോ വണ്ടിയാണ്. 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആവശ്യക്കാരുടെ കണ്ടീഷനുള്ള വാഹനം കേട്ടോ. നല്ല അതിനെ നിങ്ങൾ പറഞ്ഞല്ലോ മെക്കാനിക് ഫിറ്റ് ചെയ്ത് വാഹനമാണ്. അതെ, ഫിറ്റ് എന്ന് പറയുമ്പോ കണ്ടീഷനാണ്. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടാ. ഇവിടെ നല്ലൊരു കിണ്ണം പോലത്തെ ഒരു ആൾട്ടോ കാറ്. കിണ്ണം പോലത്തെ എന്ന് പറയാന് നല്ല എല്ലാ ഭാഗം ഫിറ്റ് കേട്ടോ, ഒന്നും നോക്കാനില്ല, കണ്ണ് ചിമ്മിട്ട് എടുക്കാം, അങ്ങനത്തെ വണ്ടിയാണ്. ഞാൻ മൂപ്പരോട് ചോദിച്ചപ്പോ മൂപ്പരെന്നെ പറഞ്ഞതാ എന്നോട് നല്ല വണ്ടി എന്നുള്ളത്. എങ്ങനെയാണ് ഇത് മോഡൽ? 2009 മോഡല്, 2029 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. LXI വേരിയന്റ് ആണ്. എസിയും പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര കൊടുക്കരുത്? നമുക്ക് ലാസ്റ്റ് 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ കൊടുക്കാം. സാധാരണക്കാരുടെ വാഹനമാണ് ആൾട്ടോ. അതെ, സാധാരണക്കാർക്ക് പറ്റിയൊരു വാഹനമാണ്. എന്നെ പോലത്തെ സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി. അല്ല, ഞാനും ഒരു വണ്ടി എടുക്കും, ഒന്ന് ആൾക്കാരൊന്നും എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ 1 ലക്ഷം രൂപ നിങ്ങൾ ചോദിക്കണ്ടല്ലേ? ഇത് ലോൺ എങ്ങനെയാണ്? ഇതിന് ലോൺ ചെറിയ രീതിയിലൊക്കെ ലോൺ കിട്ടണം. കിട്ടുമല്ലേ? കിട്ടും, ചെറിയ രീതിയിൽ ലോണൊക്കെ കിട്ടും. ഇതിനൊന്നും ആർക്കും ലോൺ ആവശ്യം ഉണ്ടാവില്ല. ഇതൊക്കെ റെഡി ആയി കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയല്ലേ, ചെറിയ എമൗണ്ട് അല്ലോ. അതെ അതെ. അവ വേണമെന്ന് നോക്കോട്ടാ. ടൈപ്പ് 1 ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാർ, അതും നല്ല കാണുമ്പോ നല്ല ചെയ്യലുണ്ടല്ലോ, എന്ത് സംഭവം ഇത്? ഇതല്ല, അതിപ്പോ റിന്യൂവലിന് വേണ്ടി ഫുൾ വർക്ക് ഒക്കെ എടുത്താണ്. അതെ, റിന്യൂവല് കഴിഞ്ഞ് നിൽക്കുന്ന 2008 മോഡലാണ്. 2009 റിന്യൂവൽ എടുത്തിട്ടുള്ളത്. 28-29 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. 2008-9 രജിസ്ട്രേഷൻ വാഹനം. 1,55,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 1,55,000 കൊടുക്കാം. ഒരു ഐഫോൺ വാങ്ങുന്ന പൈസ ഉള്ളൂ. ഐഫോണിന്റെ പൈസ കൊടുക്കാം. ഓക്കെ, അപ്പൊ വേണം വിളിച്ചോട്ടാ. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്, ഐട്ടൺ ആണ്. എങ്ങനെയാണ് ബ്രോ ഇത്? 2013 മോഡൽ ഐട്ടൺ സ്പോർട്സ് ഓട്ടോമാറ്റിക്. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്, ഓട്ടോമാറ്റിക്. ഓക്കെ, 1.2 ഇത് വരുന്നത്. 1.2 ആണല്ലോ, 1.2 ആണ് സിസി തന്നെ. ഓക്കെ, വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നല്ല CVT ഗിയർ ബോക്സ് ഒന്നുമില്ല. ഗിയർ ബോക്സ് വരുന്ന ഓട്ടം കുറേ ഉണ്ടോ? ഇല്ല, 1 ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ. 1 ലക്ഷത്തിന്റെ ഉള്ളിൽ ഓടി ഒരു വാഹനം അല്ല. ഓക്കെ, എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 2,40 കൊടുക്കാം. 2,40 കൊടുക്കാം. 2013 മോഡൽ. ഓക്കെ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. അതെ, ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്ന ആൾക്ക് ബെറ്റർ ചോയ്സ് ആണ്. മാക്സിമം ഫുള്ള് ലോൺ കിട്ടും. ഫുള്ള് ഇല്ലെങ്കിലും 2 ലക്ഷം വരെ ലോൺ. 2 ലക്ഷം കിട്ടുമല്ലേ? പിന്നെ ആകെ വേണ്ട എത്ര? 10-20 ഉറുപ്പിക. എന്തായാലും ഇത് നോക്കാൻ വരുന്നവർക്ക്, എടുക്കുന്ന ആൾക്ക് നിങ്ങൾ വില കുറച്ച് കൊടുക്കൂല, എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ അത്ര പൈസ വേണ്ട. നല്ല ഖിദ്മത്തിന്റെ മോഡൽ കൂടി ഒരു ആൾട്ടോ 800 ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? ഇത് 2020 മോഡലാണ്. 20 ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം എത്ര ഓടി ഉണ്ടാവും? ഒരു 75-80 ഓടിയിട്ടുണ്ട്. അത്ര ഓടി ഉണ്ടാവും അല്ലേ? എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ക്വാളിറ്റി ആണ്. ക്വാളിറ്റി വാഹനം, ഒന്നും നോക്കാനില്ല, കണ്ണി ചിമ്മിട്ട് എടുക്കുക. 20 മോഡൽ അല്ലേ? 20 ലാസ്റ്റ് ആണത്. ഓക്കെ, എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മള് 3,15 ആണ് ആസ്ക് ചെയ്യുന്നത്. 3,15 ചോദിക്കുന്നുണ്ട്. വില കുറയോ? ചെറുതായിട്ട് എന്തെങ്കിലും നമ്മൾ മാറ്റം ഉണ്ടാവും അല്ലേ? മാക്സിമം എത്ര പൈസ ഉണ്ട് കറക്ക? ഇല്ല, ഏകദേശം ഫുള്ള് ലോൺ കിട്ടും. ഇതിനൊക്കെ ഫുള്ള് ലോൺ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഫുള്ള് ലോൺ കിട്ടും. സിബിൽ ആണെങ്കിൽ ഫുള്ള് ലോൺ കിട്ടും. ഇവിടെ നല്ല പെട്ടി പീസ് വാഗണർ ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? 2018 VXI. 18 VXI ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിവേഴ്സ് വൈപ്പർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് എല്ലാം. നല്ല കീതുമത്തിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം മാക്സിമം കട്ടയുള്ള ടയർ ഉണ്ട്. ഏകദേശം പുതിയ ടയറിനാണ്, ഫ്രണ്ടിലൊക്കെ പുതിയ ടയറിനാണ്. ഓട്ടം കാര്യങ്ങൾ എത്ര ഉണ്ടാവും? 52,000 കിലോമീറ്റർ. ആകെ 52 ഓടിയിട്ടുള്ളൂ തന്നെ. റീപ്ലേസ് എന്തും ഉണ്ടോ? മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല. മേജർ മൈനർ ഒന്നും ഇല്ല അല്ലേ? ഓക്കെ, എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 3,80,000 രൂപ കൊടുക്കാം. 3,80,000 കൊടുക്കുക. അതും ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റും. ലോൺ കൊടുക്കാലോ തന്നെ. ഫുള്ള് ലോണിൽ കയറുന്ന ഒരു വാഹനമാണ് വാഗണർ. അതും 52,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് കേട്ടോ. ഷോറൂം കണ്ടീഷനുള്ള പീസ് അല്ലേ? അതെ, ഷോറൂം കണ്ടീഷൻ. ഇവിടെ ഒരു കിണ്ണം പോലത്തെ റിഡ്സ് കാറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? റിഡ്സ് 2013 VXI പെട്രോൾ വേരിയന്റ്. പെട്രോൾ വണ്ടി അല്ലേ? VXI ആണ് 2013. ഓക്കെ, ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടം ഏകദേശം 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 85,000 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ക്വാളിറ്റി ഒക്കെ എന്തുപാട്? ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ആകെ 85,000 ഓടിയിട്ടുള്ളൂ. ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഓട്ടം കുറവായതുകൊണ്ട് ക്വാളിറ്റി ഉണ്ടാവും അല്ലേ? പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ വണ്ടി നിർത്തിയിട്ടാലും പ്രശ്നമില്ല. കൂടുതൽ ആൾക്കാർ എൻക്വയറി വരുന്ന പെട്രോൾ വാഹനത്തിനാണ്. അതെ, കാരണം വലിയ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല.
ഓക്കെ, ഇത് എങ്ങനെയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മള് 2.75 ആസ്ക് ചെയ്യുന്നത്. 2.75. 2013 VXi. ഏകദേശം 2.5 വരെ ലോണും അവൈലബിൾ ആണ്. 2.5 വരെ ലോണും കിട്ടും. ഒരു മാക്സിമം 25,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. പുത്തൻ മോഡലിൽ ഇറങ്ങിയിട്ടുള്ള വാഗണർ ആണ് നിങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ മോഡല്? ഇത് 2019 ലാസ്റ്റ് ആണ് വണ്ടി. 19 ലാസ്റ്റ് അല്ലേ? VXi ആണ്. VXi ആണ് ഓപ്ഷൻ. ഓണർ ആണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 70 ഓടിയിട്ടുള്ളൂ. ഓക്കെ, തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, എല്ലാ ഭാഗം ഫിറ്റ് ഒന്നും നോക്കാനൊന്നുമില്ല. കണ്ണു ചിമ്മിട്ട് എടുക്കാം. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് 4.50 ആണ് ചോദിക്കുന്നത്. 4.50 ചോദിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, 2019 VXi ലാസ്റ്റ് വാഹനം VXi. ഈ മാക്സിമം ഫുൾ ലോൺ ഏകദേശം ഒരു കിട്ടും, ചെയ്യാൻ പറ്റൂല. ഫുൾ ലോൺ വരെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് ചെയ്യാൻ പറ്റും സുഖമായിട്ട്. 2019 മോഡൽ അല്ലേ? പിന്നെ 4.50 ആണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വാങ്ങാൻ വിളിച്ചോട്ടാ. ഇവിടെ ഒരു ഐഫോൺ വാങ്ങുന്ന പൈസക്ക് ഒരു ഡീസൽ വണ്ടി, അതും ഹ്യുണ്ടായിന്റെ i20 ആണ്. ആസ്തയാണ് ഓപ്ഷൻ വരുന്ന. ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ. അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാനാണ്. എങ്ങനെയാണ് ബ്രോ പറഞ്ഞു കൊടുത്താളി? ഇത് 2009 മോഡല് ആസ്റ്റ വേരിയന്റ് ആണ്, ഡീസൽ ആണ്. ഓക്കെ, 2029 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. വണ്ടി ക്വാളിറ്റി ഒക്കെ എന്ത് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് ചെയ്ത് പോകുന്ന ഒരു വാഹനമാണ്. നല്ല ഫിറ്റ് ആണ്. എഞ്ചിൻ പരമായിട്ടും എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈന്റും ഇല്ലാത്ത വാഹനമാണ്. ഒരു ഫോൾട്ട് ഇല്ല. ഒരു ഫോൾട്ട് ഇല്ല. വിശ്വസിച്ചെടുക്കാൻ പറ്റും. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 1.60 ലാസ്റ്റ് കൊടുക്കാം. 1,60,000 രൂപക്ക് ഒരു ഹ്യുണ്ടായിന്റെ i20 ഡീസൽ വണ്ടി വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. ഇവിടെ നല്ല കിണ്ണം കാച്ചിയ കളറിൽ വന്നിട്ടുള്ള മഹീന്ദ്രന്റെ XUV 7 സീറ്റർ ആണ് നിങ്ങൾ കാണിക്കുന്നത്. ഇവിടെ പിന്നെ 7 സീറ്റർ ആയിട്ട് ഇതും ഒരു ക്രിസ്റ്റ ഉണ്ട് കേട്ടോ. ക്രിസ്റ്റ അത് ആവശ്യക്കാര് വിളിച്ചു ചോദിച്ചോ. ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുള്ള ഒരു ക്രിസ്റ്റ ആണ്. അപ്പോ ഇത് എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? 2016 മോഡൽ W10 ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. ഇത് യാർഡിൽ അപൂർവമായിട്ടാണ് കിട്ടുന്നത്. ഫുൾ ഓപ്ഷൻ. W8 ഒക്കെ ഒരുപാടുണ്ട്. ഈ സൺറൂഫ് ഒക്കെ വരുന്നത് യാർഡിൽ കുറവാണ്, വളരെ കുറവാണ്. ഇത് എങ്ങനെയാണ് ഓട്ടം കാര്യങ്ങളൊക്കെ? ഏകദേശം 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 85 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, റീപ്ലേസ് ഒന്നുമില്ല. വേറെ പരിക്കൊന്നുമില്ല. നല്ല വണ്ടി. ചെറിയ ചെറിയ വര അതൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ കാര്യമായ റീപ്ലേസും കണ്ടീഷന് കാര്യങ്ങളൊക്കെ ഓക്കെ. ഓക്കെ, എത്ര കൊടുക്കത്? നമ്മൾ 8 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 8 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ചെറിയ രീതിയിൽ. ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. പിന്നെ ലോണും മാക്സിമം ലോണും ചെയ്തു കൊടുക്കും അല്ലെ? ഇത് മോഡൽ എത്ര പറഞ്ഞാൽ? 2016 മോഡൽ, അതും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇവിടെ ഒരു ആൾട്ടോ കാറിന്റെ പൈസക്ക് 7 സീറ്റ് വാഹനം എർട്ടിഗ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും ഡീസൽ വണ്ടി. എങ്ങനെയാണ് ബ്രോ? 2013 VDI. 13 മോഡലാണ് VDI. ഓക്കെ, പറഞ്ഞോളി. അത്യാവശ്യം റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. 4 ടയർ പുതിയതുണ്ട്. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനം. നല്ല കണ്ടീഷൻ. 100 ഒരു പെട്ടി പീസ് അല്ല? ഓക്കെ, ഒന്നും നോക്കാനില്ല. സീറ്റ് കവറൊക്കെ നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടൽ ടയർ പുതിയ ടയർ തന്നെയാണ്. ഇനി എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. പൈസ തരാ, വണ്ടി കൊണ്ടുപോകാം, RC മാറ്റി കൊടുക്കും. അത്ര പണിയുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോ പിന്നെ ഈ ഓട്ടം എത്ര ഉണ്ടാവും ഏകദേശം ഓട്ടം ഉണ്ട്. അത്യാവശ്യം 1ന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. 1ന്റെ മേലെ ഓടിയിട്ടുണ്ട്. ഡീസൽ വാഹനല്ലേ? ഡീസൽ വണ്ടിയല്ലേ? എന്തായാലും ഇതിലൊക്കെ ഇന്നാൾ എണിക്കൂല. കാരണം എന്താ വെച്ചാല് ഇതില് മൈലേജും കൂടുതൽ കിട്ടുമല്ലോ. ഒരു 18-19 ഒക്കെ മൈലേജും കിട്ടും ഇതില്. ഇത് എത്ര നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മള് 3,80,000 രൂപയാണ് ആസ്കിങ്. 3.80 നിങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും അത് നമ്മള് വീഡിയോ കണ്ടുവരുന്ന ആളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. മാക്സിമം എത്ര പൈസ ഉണ്ട് ഇറക്കാൻ പറ്റും? ഏകദേശം ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 50 രൂപ മതി അല്ലെ? അത്യാവശ്യം 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി, അതും ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? ഇത് 2016 മോഡല്. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള 2016 ആംബിയന്റ് വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ, അത്യാവശ്യം ഒരു 1.20 ഒക്കെ ഓടിയിട്ടുണ്ട് അല്ലേ? നല്ല സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വാഹനമാണ്. 4 ടയർ പുതിയതുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. പിന്നെ അത് ഒരു ചെറിയ XUV ഉള്ളത്. അതെ വാഹനമാണ്. ഓക്കെ, വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും തന്നെ ഒന്നുമില്ല. എത്ര കൊടുക്കരുത്? നമുക്ക് 4,30,000 രൂപ കൊടുക്കാം. 4.30 കൊടുക്കാം. മോഡൽ എത്ര നിങ്ങൾ? 16 മോഡൽ. 16 മോഡല് 4.30 കൊടുക്കാം. ഓക്കെ, ഫുള്ളി ലോണിൽ കൊടുക്കും. ഫുള്ളി ലോൺ എന്ന് വെച്ചാൽ ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആകുമ്പോഴേ ഫുള്ളി ലോൺ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ഒരു 10-50 രൂപ അതൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ 2 കളറിൽ വന്നിട്ടുള്ള വോക്സ് വാഗന്റെ പോളോ, അതും ഡീസൽ വണ്ടികളാണ്. ദുനിയാവിന്ന് കിട്ടാത്ത വിലയിൽ ഈ വണ്ടികൾ നിങ്ങൾക്ക് കിട്ടും.
ഈ 2 വണ്ടികൾ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ ലൊക്കേഷന് വേണ്ടവർക്ക് പിന്നെ ലൊക്കേഷൻ ഒന്ന് വിട്ടുകൊടുത്താളി. അതുപോലെ തന്നെ ലൊക്കേഷൻ ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒന്നും കൂടി പറഞ്ഞു. ലൊക്കേഷൻ വരുന്നത് നമ്മൾ പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഊട്ടി റോട്ടിൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ വന്ന ഹൈ റൈഡ് യൂസർ കാർ കാണും. മെയിൻ റോഡ് സൈഡ് തന്നെയാണ്. നിങ്ങളെ പേജ് എന്തെങ്കിലും ഉണ്ടോ ചാനൽ? ഹൈ റൈഡ് യൂസർ കാറിന്റെ പേജ് ഉണ്ട്, ഇൻസ്റ്റ പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതെടുത്ത് നോക്കിയാലും നമ്മളെ അപ്ഡേഷനുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ മൂപ്പരോട് ആർക്കെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ മൂപ്പരെ ചാനല് ഒന്ന് നോക്കാം. ജസ്റ്റ് ഹൈ റൈഡ് യൂസർ കാർ. ഓക്കെ. അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കല്ലേ. ആദ്യം ഈ വൈറ്റ് ആയിക്കോട്ടെ. വൈറ്റ് എങ്ങനെയാണ് കാര്യങ്ങള്? ഇത് 2011 മോഡല്. 11 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതൊക്കെ ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഇത് ഏകദേശം 1.10 ഓടിക്കോളൂ. അത്ര ഓടിയിട്ടുള്ളൂ. എന്ത് പാട് മെക്കാനിക് ഫിറ്റ് വണ്ടി, ഫുൾ ഫിറ്റ് അല്ല? ഇത് ഇവിടെ ഉള്ള ഒരു ഡോക്ടർ ബേസിക്കുന്ന വണ്ടി തന്നെയാണ്. ഇവിടെ നല്ല നീറ്റ് വണ്ടി. പെരിന്തൽമണ്ണ ഒരു ലേഡി ഡോക്ടർ ബേസിക്കുന്ന. അല്ല, ഈ വോക്സ് വാഗന്റെ പോളൊക്കെ എടുക്കുമ്പോ നല്ല വൃത്തിയുള്ള വണ്ടി ആൾക്കാർ എടുക്കുള്ളൂ. കാരണം എന്താ വെച്ചാല് അറിയാലോ, മെയിൻ്റെനൻസ് കോസ്റ്റ് നല്ല കോസ്റ്റ്ലി മെയിൻ്റെനൻസ് വരുന്ന ഒരു വാഹനമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് പറ്റിയൊരു വാഹനമാണ്. ഓക്കെ. ഇത് എത്രക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2.35 കൊടുക്കാം. 2.35 കൊടുക്കാം. മോഡൽ എത്ര പറഞ്ഞാൽ? 11 ലാസ്റ്റ് വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, ആയിക്കോട്ടെ. ഇവിടെ നമുക്കൊരു ഗ്രേ അല്ല, ഇത് സിൽവർ കളർ വന്നിട്ടുള്ള ഒരു വണ്ടി. ഇതെങ്ങനെയാണ്? ഇത് 2014 രജിസ്ട്രേഷൻ. 14 വണ്ടി, കുറച്ച് മോഡൽ കൂടിയ വണ്ടി. ഇത് സെക്കൻഡ് ഓപ്ഷൻ ആണ്, സെക്കൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് വേരിയന്റ് ആണ്. ഓക്കെ. ഡീസലാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതും മെക്കാനിക് ഫിറ്റ്. ഇത് ഫിറ്റ്, രണ്ടും മെക്കാനിക് ഫിറ്റ് ഉള്ള വണ്ടികളാണ് രണ്ടും. ഒന്നും നോക്കാനൊന്നുമില്ല, കണ്ണി ചിമ്മീറ്റ് എടുക്കാം. വരുന്നവര് എവിടെ വേണമെങ്കിലും കാണിച്ചിട്ട് നോക്കിപ്പോലെ കേട്ടോ. അതെല്ലാം വേണമെങ്കിൽ അവർക്കൊന്ന് ചെക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതെ. മൂപ്പര് നല്ല വണ്ടി 100 എന്നാ പറയുന്നത്. അപ്പൊ ഇതിന് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 2,80,000 രൂപയാണ്. 2.80 2.25. ഓക്കെ. ചെറിയ ബഡ്ജറ്റിൽ വോക്സ് വാഗന്റെ പോളോ ആവശ്യമുള്ള ആള് വന്ന് നോക്കിക്കോട്ടോ. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. ഓക്കെ.